അനീഷിനിപ്പം വരാൻ പറ്റില്ല. ഇപ്പൊ ഇനി വരാൻ പറ്റൂല. പിന്നെ ഞാനിങ്ങനെ കിടന്ന് ഉറങ്ങും, ഉറക്കം വരെ വരുന്നില്ല. ഹലോ അനീഷേ. ഹലോ. അല്ല, ഇന്ന് രാവിലെ നീ ക്ലാസ്സിന് വന്നേരം വലിയ ഒന്നും കണ്ടില്ല എന്നോട്, ഒരു അകൽച്ച പോലെ. അതൊന്നുമില്ല, അത് ഞാൻ രാവിലെ പറഞ്ഞിട്ടില്ലേ, എന്നോട് ചോദിച്ചേരോ. എന്തെങ്കിലും ഒന്നുമില്ല. അത് എനക്ക് എന്തോ ഒരു ചെറിയൊരു എന്തോ ഒരു മൂഡില്ലാതെ പോലെ ഉണ്ട്. ഞാൻ ഇന്ന് വരണ്ടാന്ന് വിചാരിച്ചു. എന്നാലും മൂടില്ലാതതിന്റെ കാരണം അതിന് കാരണമൊന്നുമില്ല. അല്ല, ഞാൻ ഒരിക്കൽ തൊട്ടേരോ ഇതെല്ലാം എന്താ പറയണ്ടേ, നിനക്ക് എന്തോ ഒരു ദേഷ്യം പോലെ തോന്നി. ദേഷ്യം പോലെ ഒന്നുമില്ല. ഒന്നുമില്ല. അല്ല, പണ്ടത്തെ ഇതൊന്നും കണ്ടിട്ടില്ല, ആദ്യത്തെ അതുകൊണ്ടാണ്. അങ്ങനെയൊന്നുമില്ല. ഞാൻ കഥ പറഞ്ഞോണ്ടാ. കഥ പറഞ്ഞോണ്ടൊന്നുമല്ല. അതെല്ലാം പണ്ടത്തേതല്ലേ എനിക്ക്. അതുകൊണ്ടൊന്നുമല്ല. ഇപ്പൊ എനക്കൊന്ന് നീ രാത്രി വരുന്നു പറഞ്ഞിട്ട് വന്നിട്ടില്ല. അത് ഞാൻ ഇന്ന് വരണമെന്ന് വിചാരിച്ചിന്. പിന്നെ പണി തീരാൻ നേരം പോവുകയും ചെയ്തു. അതൊന്നും ആയിരിക്കൂല. എന്റെ രാവിലത്തെ മൂഡ് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചിന്. എന്നിട്ട് ഞാനൊന്നും എഴുതി ഇത് നല്ല ഇതിലെല്ലാം ഒഴിഞ്ഞു നിന്ന് അന്ന് നീ പറഞ്ഞ ഡ്രസ്സെല്ലാം ഇട്ടിട്ട്. അത് ഞാൻ വരണമെന്ന് വിചാരിച്ചിന്. പിന്നെ ഞാൻ പറഞ്ഞ ഡ്രസ്സ് അനുട്ടില്ല. ഏത് ഡ്രസ്സ്? നീ അന്ന് പറഞ്ഞു അനുവിനെ ഇതിട്ടിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ സ്പ്രേ എല്ലാം അടിച്ച് എനിക്കിഷ്ടപ്പെട്ടെ. എന്നാലും ഇന്ന് എനക്കെന്തോ വരണ്ടാന്ന് തോന്നി. നീ വരാനിട്ട് ഞാൻ എങ്ങനെയല്ല നിന്നെ അറിയാം. എങ്ങനെയാ? നിന്നെ പ്രതീക്ഷിച്ച് ഞാൻ ഇതെല്ലാം ഇതാക്കി നിന്നിട്ട്. അത് പിന്നെ ഞാൻ അല്ല, നിനക്കറിയാലോ കാത്തു നിന്നാലുള്ള അവസ്ഥ. അല്ല, അത് മറ്റേ അനുവിന്റെ ഇന്നലെ പറഞ്ഞ ആ കഥയിൽ അയാളിപ്പോ എന്നാ ചെയ്യുന്നത്? അയാള് എന്നാ ചെയ്യുന്നു എനക്കറിയില്ല ഇപ്പൊ. അയാൾ വിളിക്കലുണ്ട് അനുവിന? എന്നെ വിളിക്കലൊന്നുമില്ല ഇപ്പൊ. ഇത് വിളിക്കലും പറയലൊന്നുമില്ല, ബന്ധമൊന്നുമില്ല. ഇപ്പൊ അതുമായിട്ട് ഒരു ബന്ധവുമില്ല എനിക്ക്. ഇപ്പൊ നിന്നെയല്ലേ എനിക്കിഷ്ടം. അത് വെറുതെ പറയുന്നല്ലേ? വെറുതെ ഒന്നല്ല, ഇഷ്ടായിട്ട് തന്നെയാ. ഇങ്ങനെ പറഞ്ഞു പറ്റിക്കറേട്ടാ. എനിക്ക് വരണമെന്നുള്ളുണ്ട്. ഇപ്പൊ എനക്ക് വരണമെന്ന് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ എന്തോ എനിക്ക് തന്നെ വിളിച്ചിട്ട് പറഞ്ഞൂടെ എന്നാല്? നിനക്ക് വന്നൂടെ എന്നാല്? മനസ്സ് മാറിയിട്ടുണ്ടെങ്കിൽ. ഇപ്പൊ ഇനി വരാൻ കഴിയില്ലല്ലോ, നേരം പോയില്ലേ, 10 മണിയായില്ലേ. ഞാനിത് കാത്തു നിന്ന്. ഇപ്പൊ നീ അങ്ങനെ ഉള്ളേ? അതെ. അല്ല, ഇപ്പൊ ഇനി വന്നാല് ശരിയാവൂല. കൊറേ പേരന്റെ ഇടുന്നു, മാത്രല്ല ശരിയാവൂല. അതൊന്നും സാരമില്ല, വരുവാ. ഇല്ല, ഇപ്പം വന്നിട്ട് ഞാനിപ്പോ അവിടെ വരുവാ. എന്നാ പിന്നെ അതിന് വേഗം ഒന്നും വിടുവൊന്നുമില്ലല്ലോ ഇപ്പം. അല്ല, ഇപ്പം വീട്ടിൽ നിന്ന് എന്തായാലും ഇറങ്ങാനും പറ്റൂല. അമ്മയോട് എന്തെന്ന് പറഞ്ഞിട്ടാ വരുവാ? അല്ല, ഞാനിതെങ്ങനെയെന്ന് ഉറങ്ങുവാ, എനിക്ക് ഉറക്കം വരൂല ഇന്ന്. അത് സാരമില്ല.
ഇത് സാരമില്ലെന്നൊന്നും അനീഷിനൊന്നും സാരമില്ലായിരിക്കും, പക്ഷെ എനക്ക് പറ്റുന്നില്ല. അത് അനുവിന് ഇന്ന് വണ്ടിന്ന് മിണ്ടാണ്ടൊന്നും ഇരുന്നിട്ടില്ലല്ലോ. അതല്ലേ എനക്ക് മനസ്സിലായി, അനീഷിന്റെ സ്വഭാവം മാറിയും. എന്റെ സ്വഭാവം മാറിയിട്ടൊന്നുമില്ല, പക്ഷെ അനു എന്നിട്ട് അനുവിന്റെ കൈയൊന്നും അനങ്ങാണ്ട് നിന്നിട്ടൊന്നുമില്ലല്ലോ. അങ്ങനെ അപ്പൊ അനീഷ് വലിയൊന്നും കാണിച്ചിട്ടില്ലല്ലോ എന്നോട്. അത് പിന്നെ കാർന്നല്ലേ. കാണുന്നല്ലേ നമ്മള് അന്നല്ലോ തൊട്ടതല്ലോ, ഗിയർ മാറ്റിയതെല്ലാം കാർന്നല്ലേ. അത് എന്നിട്ട് മറ്റേതൊന്ന് അന്ന് ആയിന് നിന്ന് ശരിക്കപ്പ പറഞ്ഞു തരുവോ? അത് ഞാൻ പറഞ്ഞുതരും. അല്ല അനീഷ് ഇങ്ങനത്തെ സ്വഭാവമാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ടെന്നാവണ്ടേ? ഇല്ല, അങ്ങനത്തെ സ്വഭാവമായോണ്ടല്ല ഞാൻ പെട്ടെന്ന് അതുകൊണ്ട് മാത്രമൊന്നുമില്ല. ഞാൻ ഇന്ന് എനക്കെന്തോ ഒരു സുഖമില്ലാത്ത പോലെ തോന്നിയോണ്ടാ ഞാൻ പിന്നെ ഇന്ന് ഡ്രൈവിംഗ് പഠിക്കാനേ വരണ്ടെന്ന് വിചാരിച്ച. പിന്നെ അത് സുഖമില്ലാതെല്ലാം എനിക്ക് മനസ്സിലായി. സുഖമില്ലാത്തതെല്ലാം എന്തിട്ടാന്ന് എനിക്ക് മനസ്സിലായി. എനക്ക് തീരെ പറ്റുന്നില്ല. അനുവിന് ആയൊരു ഇതില്ലാണ്ട് നിക്കാൻ പറ്റുകയില്ല. എപ്പോ ഇങ്ങനെ പോണോ? ഒരു ദിവസം ഒന്നരാടനെങ്കിലും. അല്ല അനീഷിനെ കണ്ടപ്പോ തുടങ്ങിയതായത്. അപ്പൊ അതിനു മുമ്പിലോ? അതിനു മുന്നിൽ ഇങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. കള്ളത്തരം പറയല്ലേ? കള്ളത്തരമൊന്നുമല്ല, സത്യമായിട്ടും. അനീഷിനെ കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത്. മുമ്പും ആളെ നാട്ടിലുള്ളവരും തോന്നിയിട്ടില്ലേ? ആരുമായിട്ട്? ആ പറഞ്ഞ ആളുമായിട്ട്. അത് പണ്ടല്ലേ, അത് എത്ര വർഷമായി. അത് തന്നെയാന്നല്ലേ അനീഷിന്റെ മനസ്സിലുള്ളത്. അല്ല, അത് ഞാൻ പിന്നെ അപ്പൊ ഞാൻ വിചാരിച്ചതന്നെ. അതിപ്പോ അനുവിനായാലും അങ്ങനെ തോന്നൂലേ? ഞാന് അല്ല ഇതിപ്പോ പണ്ടേത്തതെല്ലാം ഓർമ്മിച്ചിട്ട് എന്നാ വേണ്ട എനിക്ക്. ഞാൻ വിചാരിച്ച അനുവിന് ആരും ഇല്ലാതെ അതാണ് ഞാൻ ചോദിക്കുന്നത് എന്താണെന്നില്ല. ഞാൻ മുമ്പ് ചോദിച്ചാലും പറഞ്ഞിട്ടില്ലല്ലോ. അത് അനീഷിനെ ശരിക്ക് പരിചയപ്പെടുന്നതിന് മുമ്പായോണ്ടല്ലേ പറഞ്ഞുതരാൻ. ഇപ്പൊ ഞാനാ അല്ല ഇങ്ങനെയാണെങ്കിൽ ഞാൻ പറയില്ലേ അനീഷോട്. ആദ്യത്തെ പോലെ തന്നെ ഒന്ന് അങ്ങ് പോയാ പോലെ. എനിക്ക് അനീഷിനെ വിശ്വസിച്ചില്ലല്ലേ ഞാൻ ഇതെല്ലാം പറഞ്ഞത്. സാരമില്ല, അത് ഞാൻ ഒന്നും വിചാരിച്ചിട്ടൊന്നുമല്ല, ഞാൻ ചോദിച്ചാ. അനീഷിന് ഇപ്പം വരാൻ പറ്റില്ല. ഇപ്പൊ ഇനി വരാൻ പറ്റൂല. ഞാനിങ്ങനെ കിടന്നുറങ്ങും, ഉറക്ക് വരെ വരുന്നില്ല. ഇനി അനു പറഞ്ഞിട്ട് എന്റെ മനസ്സ് മാറ്റല്ല. ഞാൻ പറഞ്ഞിട്ട് എന്റെ മനസ്സെന്നെ മാറ്റും. എന്നാലെങ്കിൽ നീ വരുമല്ലോ. ഇന്നിനി എന്തായാലും വരാൻ പറ്റൂല. ഇന്ന് വന്നിട്ട് പിന്നെ എനക്കാവുന്ന അനു എന്തായാലും 1-2 മണിക്കൂർ കഴിയാണ്ട് അന്നെ അങ്ങോട്ട് വിടുകയില്ലല്ലോ. അതെ, നമുക്ക് അന്ന് എന്നുള്ള വഴിയെല്ലാം ചെയ്യാലോ. ആലോചിച്ച് നോക്ക് മനസ്സിൽ. വന്നിട്ടില്ല. അന്നേരത്തെ ഞാൻ ആലോചിക്കുമ്പോ തന്നെ വരാന്ന്. അന്ന് ഇത് അനു എന്നെ തിന്നിട്ടില്ല എന്നല്ലേ ഉള്ളൂ.
ഉം. ഞാനിട്ട ഡ്രസ്സും ഇതെല്ലാം ആലോചിച്ച് നോക്കി മനസ്സിൽ. അതെല്ലാം അപ്പൊ ആലോചിച്ചിട്ട് ഉം, അതെല്ലാം ആലോചിച്ചിട്ട് ഞാനിവിടുന്ന് അറിയാണ്ട് പിന്നെ ആകെ കുഴപ്പമാവും അമ്മയെല്ലാം അറിഞ്ഞിട്ട്. അതൊന്നും കുഴപ്പമില്ല, ഞാൻ ആലോചിച്ച് നോക്ക്. എന്നിട്ട് വാ പറ്റുമെങ്കിൽ. ഞാൻ ഉം. ഉം. നാളെ വരാം, നാളേക്കാക്കാം. ഉറപ്പായി. ഉം. ഏ? ആ ഇന്ന് വന്നാല് ഉം. ശരിയാവില്ല. ഇപ്പൊ രാത്രി വരുമ്പോ ആളെല്ലാം വീട്ടിന്റെ അടുത്തല്ലോ, ആ വീടെല്ലാം ഉള്ളു. ഇപ്പൊ ആ പോന്നെല്ലാം കാണുമ്പോ ആരെങ്കിലും ശ്രദ്ധിച്ചായിരിക്കും ഞാനടിയാ പോകുന്നത്. നിന്റെ വീടിന്റെ അടുത്ത്? എന്റെ വീടിന്റെ അടുത്ത് ആളൊന്നുമില്ല. നിന്റെ വീടിന്റെ എന്റെ അടുത്ത്? വീട്ടിന്റെ അടുത്ത്, എന്റെ വീടിന്റെ ആളൊന്നുമില്ല. അവനക്കറിയാം. നിന്റെ വീടിന്റെ അടുത്ത് ആണുങ്ങളല്ലേ? അല്ല, ചിലപ്പോ നിന്റെ വീടിന്റെ തൊട്ട് ആരെങ്കിലും, നീ അവിടെ ഒറ്റക്ക, അവിടെ കുറച്ച് ഇപ്പുറത്തെല്ലാം വീടില്ല, അവർക്കെല്ലാം മനസ്സിലാവില്ല. അപ്പൊ ഞാൻ മൊബൈലിന്റെ ലൈറ്റിൽ അടിച്ചിട്ട് വന്നിട്ട് അവിടെ കേറുമ്പോ ഉം. മനസ്സിലാവൂലേ? അപ്പൊ നീ അല്ല, ഇതിപ്പോ സമയം കുറേ ആയിരുന്നു. അപ്പൊ രാത്രി ഞങ്ങൾ തന്നെയല്ലേ വീട്ട്? അത് പണിയും കഴിഞ്ഞിട്ട് ഞാൻ ഒരു 7:30 എല്ലാം ആകുമ്പല്ലേ ഇത് രാത്രി 10 മണി കഴിഞ്ഞില്ലേ ഇപ്പോ. അല്ല, അമ്മയോട് വേറെ എടിങ്ങ് പോന്നെന്ന് പറഞ്ഞിട്ട് ഇനി നാളെ രാവിലെ വരൂന്ന് പറഞ്ഞാലോ? അതൊന്നും അമ്മ വിടൂല. ഉം. അങ്ങനെയാണെങ്കിൽ ഞാൻ രാവിലെ പറയലുണ്ട. അങ്ങനെ അതന്നെ എവിടെയെങ്കിലും ഉത്സവത്തിനെല്ലാം പോകുമ്പല്ലേ അങ്ങനെ പറഞ്ഞിട്ട് പോകും. ഉത്സവത്തിന് പോന്നെന്ന് പറഞ്ഞാലോ? ഇപ്പൊ ഉത്സവം ഉള്ളേ, ഉത്സവം തുടങ്ങിയിട്ടില്ലല്ലോ, അത് നമുക്കറിയില്ല. എന്നാ നീ നാളെ വരുമോ? നാളെ വരും. അപ്പൊ ഇന്ന് രാവിലെ പറഞ്ഞതുപോലെ നാളെ വരുന്ന രാത്രി വരുന്ന പറഞ്ഞിട്ട് എന്നെ പറ്റിക്കുവോ? പറ്റിക്കൊന്നുമില്ല, നാളെ വരും. എന്നാ ഞാൻ നാളെ ഇതേ ഇതില് നിൽക്കുവേ. അനു പറഞ്ഞു ഞാൻ ഇങ്ങനെ മൂത്ത് എന്തെല്ലോ ആയി. എനിക്ക് അങ്ങനെ മൂത്തിട്ടൊന്നും വേണം. ഓരോ എനിക്ക് ഇതൊന്നും ശരിക്കും അറിയാതിരുന്നു. അനുവാ തന്നെ എല്ലാം ഇങ്ങനെ ആക്കിയത്. പഠിപ്പിച്ചതല്ലേ? അനീഷ് അതെല്ലാം ഓർമ്മിച്ച് കിടക്കട്ടോ, എന്നാലേ നാളെ വരൂ. എല്ലാം ഞാൻ ഇപ്പോ ഓർമ്മിച്ചിട്ട് തന്നെയാ കടന്നിനു. ഓക്കെങ്കില് എനിക്ക് ബരായിട്ട് എന്തോ പോലെ ഉണ്ടേനു. പിന്നെന്തിട്ട് വരാൻ? എന്നിട്ട് പിന്നെയും മനസ്സിന്റെ എന്തോ ഒരു സുഖമില്ലാതെ പോലെ തോന്നിയ. ഞാൻ പണി കഴിഞ്ഞിട്ട് വരാന്ന് വിചാരിച്ച, വരാണ്ട് നിൽക്കാനും ഇഷ്ടമില്ല, എന്നാ വരാനും തോന്നില്ല. അങ്ങനെയാണ്. നീ നേരത്തെ കുറച്ച് ഞാൻ പണി ചെയ്യുന്ന സമയത്ത് വിളിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഞാൻ വന്നേ തന്നെ. ഞാൻ വിളിച്ചാ മതിയല്ലേ? ഇതുപോലെല്ലാം പറഞ്ഞു ചിലപ്പോ വന്നേ. എനിക്കിങ്ങനെ പറ്റിക്കൊന്നും അറിയില്ലല്ലോ, അതല്ലേ അല്ലേ ഞാൻ എന്തായാലും വിളിച്ചേനെ. നാളെ എന്തായാലും വരും. ഞാനിനി ഇന്നെങ്ങനെ കിടന്ന് ഉറങ്ങേണ്ടത്? അതിന് മുമ്പെല്ലാം ഇങ്ങനെയല്ലേ കിടന്നുറങ്ങിയിട്ടില്ലേ? എന്നോടൊന്നും അങ്ങനെയല്ലേ പറഞ്ഞിന്? നിന്ന് കുടിപ്പിക്കാനാ വിട്ടില്ലേ? നാളെ ഉറപ്പായിട്ടും വരും. പറ്റിക്കറ പറ്റിക്കൊന്നുമില്ല. നോക്കട്ടെ, എന്നാ രാവിലെ കാണാട്ടാ. ഇന്ന് രാത്രി എല്ലാം ഓർമ്മിച്ചിട്ട് കിടക്ക്.